അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. രാവിലെ തൊട്ട് നിവിൻ്റെ വെറും ഡ്രാമയാണ് ലൈവിനകത്ത്. ഡ്രാമ എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഡ്രാമയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആഴ്ച ഫുള്ള്, കാരണം ഈ ഒരു പ്രശ്നം ലാലേട്ടൻ സോൾവ് ആക്കി തീർത്തിയാണ്. ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ നൈസായിട്ട് ഈ ഒരു വിഷയം സംസാരിച്ച് സോൾവ് ചെയ്തങ്ങ് തീർത്ത്. അപ്പം ഞാനപ്പോഴേ പറഞ്ഞാണ് നിവിൻ ഈ വിഷയം വിടത്തില്ല, ഇതുമായിട്ടായിരിക്കും ഈ ഒരാഴ്ച ഫുള്ള് നിവിൻ ഡ്രാമ കളിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് രാവിലെ ലൈവിനകത്ത് ഫുള്ള് നിവിൻ ഈ ഒരു വിഷയം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നിവിൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിൻ ആഗ്രഹിച്ചിരുന്നത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിവിനെ എടുത്ത് തലയിൽ വയ്ക്കും, സപ്പോർട്ട് ചെയ്യും, അതുപോലെ ആദിലെയും അതുപോലെ ഷാനവാസിനെ എടുത്തിട്ട് ഫയർ ചെയ്യും എന്നാണ് നിവിൻ കരുതിയിരുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു നിരാശ പുള്ളിക്കുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ടേ നിവിൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ നാണം കെട്ടവന്മാരോട് ഗെയിം കളിക്കാൻ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസിൻ്റെ കൂടെയും ആദിലയുടെ കൂടെയൊക്കെ ഗെയിം കളിക്കാൻ വയ്യ, ഈ നാണം കെട്ട ആൾക്കാരോടെ ഗെയിം കളിക്കാൻ വയ്യ. അപ്പം നിങ്ങൾ എന്നെ അങ്ങ് നോമിനേറ്റ് ചെയ്തങ്ങ് വിട്ടേരാ, ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അത്ര പാടുപെടേണ്ട കാര്യം എന്താ? വാക്കൗട്ട് ചെയ്തങ്ങ് പോയാൽ പോരെ. ഒരു വട്ടം വാക്കൗട്ട് ചെയ്തൊരു വ്യക്തിയില്ലേ, പിന്നെ വലിഞ്ഞ് പിടിച്ച് കയറി വന്നില്ലേ. സത്യം പറഞ്ഞാൽ ഈ നിവിനൊക്കെ എന്താണ് കാണിക്കുന്നത്? വെറും തിന്നാൻ വേണ്ടിയും ഡ്രാമ കളിക്കാൻ വേണ്ടിയും മാത്രമാണ് ഈ നിവിൻ അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല. എന്നിട്ട് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ഇവിടുത്തെ ഭയങ്കര എൻ്റർടൈനറാണെന്ന്. എന്ത് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ നിവിൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, കാഴ്ച വെച്ചിട്ടുള്ളത്? ചുമ്മാ എന്ന് പറയാം, ഞാൻ ഇവിടുത്തെ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇവിടുത്തെ എൻ്റർടൈനറാണ്. ചുമ്മാ തിന്നാൻ വേണ്ടിയിട്ടും ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ നിവിൻ അവിടെ നിൽക്കുന്നത്. രാവിലെ ഫുൾ നിവിൻ്റെ ഒരു ഡ്രാമയായിരുന്നു ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിനകത്ത് അക്ബറിനും അതുപോലെ ആര്യനും ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വിഷമമുണ്ട്. കാരണം ഷാനവാസിനെയും ആദിലെയും ഫയർ ചെയ്യാത്തതിന് ഇവർ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിവിനെ തലോടി വിട്ട് ഈ ഷാനവാസിനെ അതിലേക്ക് പിടിച്ച് ഫയർ ചെയ്യുന്നുള്ളൊരു ധാരണയിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനേഷൻ സമയത്ത് അനീഷ് പൊളിച്ചു കേട്ടോ. ഒരു സംഭവമാണ് തെളിയിച്ചു കഴിഞ്ഞ്. വേറൊന്നുമല്ല, ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനീഷിന് ഓപ്പൺ നോമിനേഷൻ പവർ കിട്ടിയല്ലോ, അപ്പം ഓപ്പൺ നോമിനേഷൻ ആണോ അതോ ക്ലോസ് നോമിനേഷൻ ആണോ വേണ്ടുന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് അനീഷ് എണ്ണിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതിയെന്ന്. അപ്പോൾ അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, അത് അവിടെ ഇരിക്കുന്ന ഒരാളെയും അനീഷിന് പേടിയില്ല, ഒരാളെയും. കാരണം പേടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പേടിയും അതുപോലെ ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു അറ്റാച്ച്മെൻറ്റ്. കാരണം അനീഷ് ഗെയിം കളിക്കാൻ വന്നയാന്ന് ഇന്നത്തെ നോമിനേഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ഓപ്പൺ നോമിനേഷൻ വേണോ ക്ലോസ് നോമിനേഷൻ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിക്കും, ക്ലോസ് നോമിനേഷനാണ് നല്ലതെന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ക്ലോസ് നോമിനേഷൻ തന്നെ നമ്മൾ പറയാം. അതാകുമ്പോൾ ആരും അറിയുന്നില്ലല്ലോ നമ്മളെ നോമിനേറ്റ് ചെയ്യുന്ന ആരാന്ന്. ഇവിടെ അനീഷ് എണീച്ചെന്ന് പറഞ്ഞത് എന്താ പറയുക, എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി, ബിഗ് ബോസ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നോമിനേറ്റ് ചെയ്ത് വിടുന്നതാണ് കണ്ടത്. അനീഷ് ഇവിടെ നോമിനേറ്റ് ചെയ്തേക്കുന്ന ആദിലയും അതുപോലെ ലക്ഷ്മിയാണ്. ആദിലയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിനുമായിട്ടുള്ള പ്രശ്നം. കാരണം നെവിനെ ഇത്രയും മോശക്കാരനാക്കിയിട്ട് ആ ഒരു സംസാരം ഇവിടെ കൊണ്ടുവന്നത് ആദിലയാണ്. അപ്പം അതിനോട് ജഡ്ജിമെൻ്റലായിട്ടുള്ളൊരു രീതിയിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ഇവിടെ ആദിലെ നോമിനേഷൻ ചെയ്യുന്നത്. അതുപോലെ ലക്ഷ്മിയുടെ കാര്യത്തിലും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇപ്പം ഈ ആദിലയുടെ കാര്യത്തിൽ ഇപ്പം ടാസ്ക് വൈസ് നോക്കുവാണെങ്കിൽ, ടാസ്ക് വൈസിനകത്ത് നമ്മൾ കണ്ടതാണ് റിയാസ് വന്ന സമയത്ത് അതുവരെ നല്ല രീതിയിൽ നിന്ന ആദില, റിയാസ് വന്ന് റിയാസിൻ്റെ മോട്ടിവേഷനും റിയാസിൻ്റെ കുറച്ച് വിഷം കൊണ്ടുള്ള കുറച്ച് പ്രയോഗം അതൊക്കെ അങ്ങോട്ട് കയറിയപ്പോഴേ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ആദിലയുടെ ക്യാരക്ടർ അങ്ങോട്ട് മാറി, ഫ്ലിപ്പായി. അപ്പം അതും അനീഷ് ഇവിടെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പം ചങ്കൂറ്റത്തോടെ എന്നിട്ടാണ് നോമിനേഷൻ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കേട്ടോണ്ട് ആദില അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ദേഷ്യം തീർക്കാനാന്ന് തോന്നുന്നത് ആദില കൺഫെഷൻ റൂമിൽ കയറിയിട്ട് അനീഷിനെതിരെ നോമിനേറ്റ് ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഈ പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻസി ആ ഒരു ഇത് മോശമായിരുന്നു, ഫുഡ് കൊടുക്കാനൊക്കെ ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തത്. അതല്ല, അനീഷിൻ്റെ നോമിനേഷൻ പക്കയായിരുന്നു. അതല്ല, എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ നോമിനേഷൻ മതി എന്ന് പറഞ്ഞതിലാണ്. ബിഗ് ബോസ് ഓപ്ഷൻ കൊടുക്കുവാണ്, ഏത് വേണം. ബിഗ് ബോസ് ഡയറക്റ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ട് പോലും അനീഷ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു. സമ്മതിക്കണം കേട്ടോ, ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ് അനീഷ് അവിടെ വന്നിട്ടുള്ളതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കപ്പും കൊണ്ടേ പോകൂ എന്നുള്ളൊരു വാശിയാണ് അനീഷിൻ്റെ ഈ ഒരു ഓപ്പൺ നോമിനേഷനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കേട്ടോ. ആള് സ്ട്രോങ് ആണ്, വേറെ ലെവലാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് ഇപ്പം അനീഷ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണും, ഓപ്പൺ നോമിനേഷൻ കാണും. പക്ഷെ ഇവിടെ ബിഗ് ബോസ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്ത വ്യക്തിയാണ് കേട്ടോ.
ആള് പുലിയാണ്. പിന്നെ ആര്യനും അതുപോലെ സാബുമാനും അനീഷിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് നോമിനേഷനുമായിട്ട്. അനീഷിനാണ് നോമിനേഷൻ ചെയ്തിട്ടുള്ളത്, ഇവർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാതിരിക്കുക, ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പം ഷാനവാസുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന, അനീഷിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസുമായിട്ടുള്ളൊരു ഒരു കോംബോ ഫ്രണ്ട്ഷിപ്പ് കോംബോ കൊണ്ട് പോയി കഴിഞ്ഞാൽ അനീഷിനത് അനീഷിന്റെ ഇത് ഗെയിമിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, ഷാനവാസ് കൂടെ നിന്നിട്ട് ഷാനവാസിന്റെ ഗെയിം ഒരു പ്ലാനാണ് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അനീഷിനെ ഒറ്റപ്പെടുത്താനുള്ള പരിപാടിയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു, കാരണം അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവർ ഗെയിമിന്റെ ഇത് വരുമ്പോഴത്തേക്ക് അവർ ഗെയിം കളിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് വരുമ്പോഴത്തേക്ക് അവർ ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നുമെന്ന് അറിയത്തില്ല. ഇനി അവർ രണ്ടിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണെന്നാണ് തോന്നുന്നത്. ഗെയിം പ്ലാൻ ആയിട്ട് ഷാനവാസ് അങ്ങനെ എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം അനീഷിനെക്കാളും ഒരു പിടി മുമ്പിലാണ് ഷാനവാസ് നിൽക്കുന്നത്. ഈ ഒരാഴ്ച ഈ നിവിനുമായിട്ടുള്ള പ്രശ്നം വന്നതിൽ പിന്നെ കുറച്ച് ഗ്രാഫ് കയറിയിട്ടുണ്ട്, കുറച്ച് വോട്ടിംഗ് ഒക്കെ മുമ്പിൽ ഇപ്പം ഷാനവാസിന്റെയാണ് കാണിക്കുന്നത്. അനീഷിന്റെ ഇപ്പം താഴെ വന്നിട്ടുണ്ട്, മൂന്നാമത് വന്നിട്ടുണ്ട്. എവിടെയുള്ള കമ്മ്യൂണിറ്റി പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനീഷാണ് ഇപ്പം മൂന്നാമത് നിൽക്കുന്നത്. ഷാനവാസിന്റെ ഗ്രാഫ് ഇച്ചിരി കയറിയിട്ടുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ്, ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഷാനവാസ് അനീഷിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അനീഷിന്റെ വീട്ടിലോട്ട് വന്നോട്ടെ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട്, നിൽക്കട്ടെ, ആലോചിക്കാം, സമയമുണ്ടല്ലോ, ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അനീഷ് ഇതുവരെ ഷാനവാസിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ ഷാനവാസിന്റെ ഒരു ഗെയിം പ്ലാൻ ആയിട്ടാണോ ഇനി ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ കളിക്കുന്നതെന്ന് ചിലപ്പോൾ ഒരു അനീഷിനൊരു തോന്നലുണ്ടായിരിക്കാം. എന്തായാലും പുള്ളി ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നതെന്നാണ് അതിലൂടെ എനിക്കൊരു മനസ്സിലായൊരു കാര്യം. അതുപോലെ ഇന്ന് അനുമോള് നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും വേദലക്ഷ്മിയാണ്. നല്ല പക്കയായിട്ടാണ് പുള്ളിക്കാരി വിലയിരുത്തിയിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. കാരണം പുള്ളിക്കാരി പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയല്ലാത്തത് ഈ ബിഗ് ബോസിന് ചേരുന്ന ഒരു മെറ്റീരിയലേ അല്ല ഇവർ രണ്ടുപേരും. കാരണം അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒരു ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നു, സംസാരിക്കുന്നു, ടാസ്ക് കൊടുത്ത് അതുപോലും ചെയ്യുന്നില്ല. ആകെ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നോമിനേഷൻ എന്തെങ്കിലും വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് സംസാരിക്കുന്നു, അത്രേ അവർ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ നോമിനേഷൻ സാബുമാനും അതുപോലെ വേദലക്ഷ്മിക്കും എന്ന് പറയുന്നുണ്ട്. വേദലക്ഷ്മി പിന്നെ കുഴപ്പമില്ല, ഈ സാബുമാനൊക്കെ എന്തുവാടേ, ചുമ്മാ വെറും വേസ്റ്റ്. ഇല്ല, സഹതാപം പിടിച്ചു പറ്റി പോകുന്നൊരു ടീമായിട്ടാണ് എനിക്ക് ഈ സാബുമാനെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയൊന്നും ബിഗ് ബോസിനകത്ത് അങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നത്, അത് അങ്ങനെ ഗെയിം കളിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നത്? അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? ഇപ്പോൾ രാവിലെ ഈ സാബുവും അനുമോളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒനിയൻ്റെ അടുത്താണോ അതോ ഒനിയൻ സാബുവിൻ്റെ അടുത്താണോ അക്ബറിൻ്റെ അടുത്താണോ ഞാൻ ഓർക്കുന്നില്ല. രാവിലെ ഞാൻ കണ്ട ലൈവിനകത്ത് ഈ അനുമോളെയൊക്കെ എന്താ നോമിനേറ്റ് ചെയ്യാത്തത്, അനുമോളെയൊക്കെ എന്താണ് നോമിനേറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഈ സാബുവൻ പറയുന്നുണ്ട്. അപ്പം ഒനിയൻ സാബുവാൻ തോന്നുന്നത്. അനുമോക്കൊക്കെ നല്ല വോട്ടാടാ, അനുമോക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, പിന്നെ എന്തിനാ പുള്ളിക്കാരിയൊക്കെ പിടിച്ച് ചുമ്മാ ഇതിനകത്ത് പിടിച്ചിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തായാലും നല്ലൊരു പണി തന്നെ അനുമോള് കൊടുത്തിട്ടുണ്ട് സാബുവാന്. പുള്ളിക്കാരി ഓരോ ആൾക്കാരെയും വിലയിരുത്തിയിട്ടാണ്, അല്ല പേഴ്സണൽ ഗ്രേജ് വെച്ചിട്ടല്ല നോമിനേറ്റ് ചെയ്യുന്നത്. ആൾക്കാർ ആരാണ് അവിടെ നിൽക്കാൻ അർഹതയല്ലാത്തത് ആ ആളെയാണ് അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത്. നല്ല വിലയിരുത്തിയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ നോമിനേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലിയും ജിത്തു ജോസഫും ടീംസൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. വരാൻ നേരത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ അവരുടെ ഇതിൽ ഹൈലൈറ്റ് ആയി നിന്നിട്ടുള്ളത് അനീഷാണ്. കഥ പറയുന്ന ഇതിലൊക്കെ അനീഷും ടീമും ഷാനവാസും ടീമൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ ആസിഫ് അലി വന്നിട്ട് അനീഷിൻ്റെ അടുത്തൊരു ഡയലോഗ്, മറ്റേ കണ്ണടച്ച് കടന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ പുറത്ത് വമ്പ ഹിറ്റാന്നൊക്കെ പറഞ്ഞിട്ടൊരു സൂചനയൊക്കെ കൊടുത്തിട്ടാണ് ആസിഫ് അലി പോയത്. അതുപോലെ എനിക്കൊരു ഹോം ടൂർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അനീഷിനോട് ഒരു പ്രത്യേക ഒരു കരുതൽ, ഒരു സ്നേഹമുള്ള പോലെ തോന്നി ഇന്ന് ആസിഫ് അലിയൊക്കെ വന്ന സമയത്തും കണ്ടു. അപ്പം അനീഷിൻ്റെ ഡയലോഗൊക്കെ പുറത്ത് വമ്പൻ ഹിറ്റാന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു.